ഇടിച്ചിടാൻ. പക്ഷേ we come there to bring in a little bit of a feminine energy. Everybody has their own character, very different. Everyone is very different. As you can see, so many people, kore aalkar on the stage undu. It's a big star cast and of course something new for all of you. Aarake paattu kettu every day anybody? Did you hear the song? നമുക്ക് ആ സോങ് ഒന്ന് സ്ക്രീനിൽ ചെയ്താലോ? അയ്യോ കേട്ടില്ലേ പാട്ട്? 1 മില്യൺ എന്ന് ക്രോസ് ചെയ്തിരിക്കുകയാണ് ടുഡേ എവരിഡേ സോങ്. നമുക്കൊന്ന് പ്ലേ ചെയ്താലോ? ഓക്കെ, നമുക്കൊരു 2 മിനിറ്റ് സമയം വേണം. ഓക്കെ, ടെക്നിക്കൽ ഇത്. അടുത്ത നമുക്ക് കാർത്തികിനോട് സംസാരിച്ചാലോ? സോ ആലപ്പുഴ ജിങ്കാനയിലെ ക്രിസ്റ്റഫർ എന്ന ക്യാരക്ടറാണ് കാർത്തിക് ചെയ്യുന്നത്. കാർത്തികിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സ്റ്റാൻഡപ്പ് നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക്. എന്താണ് ആലപ്പുഴ ജിങ്കാന, എങ്ങനെയായിരുന്നു അനുഭവം? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനിപ്പോൾ സംസാരിക്കുന്ന ഇവരൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ആവില്ല എന്നറിയാം. എന്നാലും ഞാൻ പറയാം, ഇതിൽ ഏറ്റവും ചെറിയ ഒരാളാണ് ഞാൻ, ഉള്ളതിൽ ഏറ്റവും ജൂനിയറാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുറച്ച് പണിയെടുത്തത് ഇവിടെയായിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പിക്കപ്പ് ലൈൻ പറയാമോ? ഒരു ഫാൻ ചോദിച്ചിരിക്കുകയാണ്, ഒരു പിക്കപ്പ് ലൈൻ പറയാമോ? അല്ല, ഞാൻ വരാൻ പോകുന്ന ഗേൾഫ്രണ്ടിനോട് ലോയലായിട്ട് അപ്പം ഞാൻ ആരോടും പിക്കപ്പ് ലൈൻ പറയുക. എന്നാലും കുസാനിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു പിക്കപ്പ് ലൈൻ പറയുന്നതാണ്. ഒരു പിക്കപ്പ് ലൈൻ. എൻ്റെ കാലം കഴിഞ്ഞു, ഇനി എനിക്ക് അല്ലാതെ അലമ്പാവും വേണ്ട. ഇത് വേണം, ഈ സിനിമയുടെ പറയാതെ ഞങ്ങൾ വിടില്ല. ഒരു പിക്കപ്പ് ലൈൻ മാത്രം പറയാം. ഓക്കെ, സോ ഇനി സംസാരിക്കുന്നത് നന്ദയാണ്. നന്ദ, ഹൈ. ക്യാരക്ടറിന്റെ പേര് എന്താന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്റെ ക്യാരക്ടറിന്റെ പേര് അനുപമ എന്നാണ്. സോ ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. എന്റെ ഫസ്റ്റ് മൂവിയാണ്, എന്റെ ഡെബ്യൂ ആണ്. അപ്പം ഇത്രയും നല്ലൊരു കാസ്റ്റിന്റെ കൂടെ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞ വലിയ ഭാഗ്യമാണ്. ഉമ്മാന്റെ പടം ഡെബ്യൂ ആയിട്ട് നിൽക്കാന്ന് പറയുന്നത് വലിയ ഭാഗ്യക്കാരി ഇല്ല. ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഫൺ കുറച്ച് ഭാഗത്തൊക്കെ ഉള്ളൂ എങ്കിലും നല്ലൊരു കുറേ മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റി ഈ ഹോൾ കാസ്റ്റിന്റെ കൂടെ. അങ്ങനെ എല്ലാവരും പോയി കാണണം. ഇറ്റ് ബി സച്ച് എ ഗുഡ് മൂവി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഇത് ആക്ഷൻ മാത്രമല്ല, പോസ്റ്റേഴ്സ് കണ്ടു വിചാരിക്കുക ആക്ഷൻ മാത്രമാണ്. പക്ഷേ ആക്ഷൻ മാത്രമൊന്നുമല്ല, എല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, കുറച്ച് റൊമാൻസ് ഉണ്ട്, കുറച്ച് ക്രിഞ്ച് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. സോ ഇറ്റ് ബി സച്ച് എ ഗുഡ് മൂവി. സോ എല്ലാവരും പോയി കാണണം. താങ്ക് യു. സോ ഇനി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തണ്ണീർമത്ത ദിനങ്ങളുടെ നസ്ലിന്റെയും അതുപോലെ മാത്യുവിന്റെയും ഒക്കെ ഫ്രണ്ടായ ഫ്രാങ്കോയാണ്. ഫ്രാങ്കോ ഷിഫാസ് അലി എന്ന ക്യാരക്ടറിലാണ് ആലപ്പുഴ ജിങ്കാനയിൽ വരുന്നത്. ഞങ്ങൾക്കൊരു വില്ലൻ ക്യാരക്ടറെ പ്രതീക്ഷിക്കാവോ? ഓ ഇല്ല, ഒരിക്കലും ഇല്ല. വില്ലനൊന്നല്ല. ഞങ്ങളൊരു ഗ്യാങ്ങാണ്. ആ ഗ്യാങ്ങിൽ ഒരു പയ്യനാണ്, ചെറുതെന്നാണ് ക്യാരക്ടറുടെ പേര്. പിന്നെ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പടം കാണണം. ഇതെല്ലാം ചെറിയ ഹിറ്റായിരിക്കും. താങ്ക് യു. ഷോൺ, അടുത്ത ഷോണാണ് സംസാരിക്കുന്നത്. എന്നോട് വന്നപ്പോൾ തന്നെ പറഞ്ഞു, എടാ എന്നെ ആദ്യം ഒന്നും വിളിക്കരുത്, പയ്യെ വിളിക്കാവുള്ളൂ. ഷോൺ, എന്താണ് ആലപ്പുഴ ജിങ്കാന, എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഒരു ന്യൂ കമറിന് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയത്. ഐ മീൻ ഖാലിദ് റഹ്മാൻ, ജിംഷി, ഒപ്പം തന്നെ ലുക്മാൻ, നസീർ, അവരുടെ കൂടെ സന്ദീപ്, ഇവരൊക്കെ ഇവരുടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. എല്ലാവരും സിനിമ പോയി കാണണം. എൻ്റെ ക്യാരക്ടർ നെയിം കിരൺ ആണ് ഈ പടത്തിൽ. എനിക്കിതൊന്ന് സംസാരിക്കാൻ അടുത്ത നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പ്രേമലൂരിലെ ബേസിൽ അനിയനാണ്. ഫാലിമിയിലെ സ്വന്തം ബേസിൽ അനിയൻ സന്ദീപിനെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. സന്ദീപ്, പ്ലീസ്. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടോ കോളേജിലൊന്നും ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഫാലിമിയുടെ സമയത്ത് കോളേജ് പ്രൊമോഷൻസ് പോയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് കോളേജാണ്. ഇതിൽ ഷിഫ സഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആക്ച്വലി സിനിമയിൽ 2 ഷിഫാസ് ഉണ്ട്.
ഇത് ചെറിയ ഷിഫാസ്, ഇത് വലിയ ഷിഫാസ്. അപ്പോൾ ചെറുത് വലുതെന്നായിരിക്കും കൂടുതലും സിനിമയിൽ യൂസ് ചെയ്യുന്ന ടേംസ്. അപ്പം എല്ലാവരും സിനിമ കാണാൻ നല്ലൊരു സിനിമയായിരിക്കും. ഇതൊരു സ്പോർട്സ് കോമഡി സിനിമയാണ്. കൂടുതലും കോമഡിയും ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അടുത്ത നമ്മള് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗണപതി ചേട്ടനെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ അതിനു മുമ്പേ നമ്മുടെ പാട്ട് നമ്മൾ സ്ക്രീനിൽ പ്ലേ ചെയ്യാണ്. ആ ബാക്ക്ഗ്രൗണ്ട് യെസ്. അപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടത് പറയാനുള്ളത് മറന്നുപോയി. ഓക്കെ, ഇത് റോമാനിക പറഞ്ഞു വെച്ചാണോ? വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങളുടെ കലോത്സവം പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ടയർഡാണെന്ന് അറിയാം. എന്നാലും താങ്ക് യു ഫോർ ദ എനർജി ഫോർ ആലപ്പുഴ ജിംഖാന. ഞാൻ ഇവിടെ 3ാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തേത് ഇതേപോലെ ഒരു ഫംഗ്ഷന് വേണ്ടി തന്നെയായിരുന്നു. രണ്ടാമത് ഞാൻ ഇവിടെ വരുന്നത് പ്രളയത്തിലാണ്. പ്രളയത്തിന്റെ ടൈമിൽ ഒരുപാട് ആൾക്കാരെ അഭയം കൊടുത്തൊരു സ്ഥലമാണ് കുസാറ്റ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ആ ടൈമിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ എത്തിക്കുകയും ആൾക്കാരെ അപ്പം ആ സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത്. അപ്പം ആ സമയത്തൊക്കെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്തൊരു യൂണിവേഴ്സിറ്റി കൂടെയാണ്. അപ്പം ആലപ്പുഴ ജിംഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്പോർട്സ് കോമഡി ജേണൽ പടമാണ്. നമ്മൾ മിക്ക സ്പോർട്സ് മൂവിയും ഇവിടെ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ ഇറങ്ങിയേക്കുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള പടങ്ങളാണ്. പക്ഷെ ഇത് ടോട്ടലി ഹ്യൂമറിലുള്ളൊരു സിനിമയാണ്. എന്നാൽ നല്ല ആക്ഷൻ, നല്ല ഫൈറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബോക്സിങ് നല്ല വൃത്തിയോടെ ടെക്നിക്കലി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയാണ്. ആൻഡ് യു നോ ദ ടീം, ഖാലിദ് റഹ്മാൻ, ജിംഷി ഖാലിദ്. അപ്പോൾ അവരുടെ ഒരു മാജിക് ഈ സിനിമയിലുണ്ട്. കൂട്ടത്തിൽ നമ്മളും എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ പടം ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു നമ്മുടെ മെയിൻ ആക്ടേഴ്സ് ഉണ്ട്, ബേബി ജി ആൻഡ് ലുക്മാൻ അവരൻ. സിനിമയ്ക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യാതെ മാറ്റി വെച്ച് ട്രെയിൻ ചെയ്ത് ഒരു 3 മാസത്തെ ഷൂട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സിനിമയാണ് ആലപ്പുഴ ജിംഖാന. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. താങ്ക് യു സോ മച്ച്. ഒരു പാട്ട് പാടാമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗണപതി ചേട്ടൻ ഒരു പാട്ട് പാടാമെന്നാണ് ചോദിച്ചേക്കുന്നത്. പാലും പഴം ഞാൻ പാടില്ല, ക്ഷമിക്കണം, അതിന് പാടില്ല. കാരണം എല്ലാ കോളേജിലും പോയിട്ട് എനിക്ക് തന്നെ പണി. അപ്പൊ അത് നിർത്തി. ഞാൻ കഴിയുമ്പോൾ പാടാം. ഞാൻ ആലോചിക്കണം, പെട്ടെന്ന് ചോദിക്കുമ്പോൾ വരുന്നില്ല. ഓക്കെ ഓക്കെ. സോ ഇനി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത മൊമെന്റ് ആണ്. എന്താ നമ്മളെ വെയിറ്റ് ചെയ്തില്ലേ? എന്ത് പറഞ്ഞു? നിനക്കൊക്കെ എന്താണ് പെണ്ണുങ്ങളുടെ പുറകെ പ്രാന്താണോ എന്ന് പറഞ്ഞ് മലയാള സിനിമയിൽ കാല് വെച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നസ്ലൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഇവിടെ മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും. വിജയികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. സിനിമനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല എനിക്കും. നിങ്ങളെപ്പോലെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് ഈ സിനിമ. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവതരിപ്പിച്ചൊരു കലാപരിപാടിയാണ് ആലപ്പുഴ ജിംഖാന. അതിന് നിങ്ങൾ ഏപ്രിൽ മാസം തിയേറ്ററിൽ വരികയാണ് ആ സിനിമ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ പോയി കണ്ട് ഞങ്ങൾക്ക് 1ാം സമ്മാനം തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരെയും കണ്ടതിലും ഇവിടെ വരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ സിനിമയുടെ പാർട്ടാവാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. സിനിമ എല്ലാവരും അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ കാണാനുള്ള പടമുണ്ട് എന്തായാലും. ഇതൊരു വലിയൊരു ടീമിന്റെ ഒരു പടമാണ്, ഒരു സ്റ്റോറി അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെ? അപ്പം ഈ സിനിമയുടെ സെറ്റിന്റെ ഇടയിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? ഒന്നൊന്നല്ല 2-3 ഇടി മറക്കാൻ പറ്റാത്ത ഇടികളുണ്ട്. പിന്നെ അല്ല, മെയിൻലി ഈ ഒരു ജേർണി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടം ചെയ്യുന്നത്. ഇത്രയും നാള് കൂടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 6-7 മാസം അതിന്റെ ട്രെയിനിങ്, അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുക, ആ സിനിമയുടെ കൂടെ ഒരു ഏകദേശം 1 വർഷത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പം അത് ഒത്തിരി മീൻ ചെയ്യുന്നുണ്ട് ഈ സിനിമ. ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഡയറക്ടർ റഹ്മാൻ ഖാനൊക്കെ കൂടുതൽ അടുത്തറിയാൻ പറ്റി. ജിംഷിക്ക, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി.
ഇത്തിരി സ്പെസിഫിക് ആയിട്ട് ഇൻസിഡന്റ്. ഈ ചോദ്യം എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ആണോ? ഉണ്ടോ? അല്ല, ഫൈറ്റാണ് എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആക്ഷൻ മൂവിയിൽ പാർട്ടാവുന്നത്. ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ഇൻവോൾവ് ചെയ്ത് അത് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് മറക്കാൻ പറ്റാത്തത് അതാണ്. എന്തായാലും താങ്ക് യു. നസ്ലിൻ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് ഇടിച്ചിട്ട് ഒരാളെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചൊരു സീനുണ്ട്. അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത്. ചോര വന്ന ആളെ എടുത്തോണ്ട് പോയി സ്ട്രെച്ചറിൽ എടുത്തോണ്ട് പോയി ഹോസ്പിറ്റലിലാക്കിയത്. ഇതേപോലെ കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഫൈറ്റിൽ അല്ലേ? ഓക്കെ, നമ്മുടെ കൂട്ടത്തില് നസ്ലിന്റെ ഒരു ഫാൻ ബോയ് വരച്ചൊരു പടമുണ്ട്. അപ്പം ആ പടം കൊടുക്കാനായിട്ട് ഞാൻ ഫായിസിനെ ക്ഷണിക്കുകയാണ്. ഫായിസ് വരച്ച ഒരു പിക്ചർ ഉണ്ട് നസ്ലിന്റെ. പാട്ട് പാടാൻ നമ്മളോട് പറഞ്ഞു. ഒരു പാട്ട്, ഒറ്റ പാട്ട്, സിമ്പിൾ ആയിട്ടൊരു പാട്ട് പാടിയാണ്. പിക്കപ്പ് ലൈൻ അല്ലേ? വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ടു കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമി എന്നെ വീതിച്ചത് നമുക്ക്, ഉച്ചക്കിറുക്കില്ലി ഉയരത്തി പറക്ക്. ചെറി പൂത്താലും താമര കണക്ക്, ചോറ് പോലെ മണ്ണിൽ ജീവിക്ക നമുക്ക്. കഥന്ന കഥയെന്നും അറിയാത്ത കൂട്ടം, പുരകതരങ്ങളിലൊപ്പു നോട്ടം. വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിലൊതുങ്ങാത്ത പരലിൻ കൂട്ടം. താങ്ക് യു. സോ ഇവരോട് ആരോടെങ്കിലും ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിവൺ? നസ്ർ. ഓക്കെ, നസ്റിന് എന്തോ ചോദിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നസ്ർ എന്താ ചോദിക്കാനുള്ളത്? എനിവൺ? ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇവരോട്? ആർക്കെങ്കിലും? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേജിന്റെ ഇവിടെ വരിക. യെസ്, ഒരാൾ വരുന്നുണ്ട്. എല്ലാരും കൈയടിച്ച്. എനിക്ക് ചോദിക്കാനുള്ളത് നസ്ലിനോടാണ്. നസ്ലിൻ എങ്ങനെ ഇത്ര അടിപൊളി നാച്ചുറൽ ആയിട്ട് അഭിനയിക്കാൻ എങ്ങനെ സാധിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് നിലവിൽ. കാണുമ്പോൾ കണ്ടിരിക്കാൻ തന്നെ നസ്ലിന്റെ എന്ത് രസമാണ്. ഒരു കോംപ്ലിമെന്റ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇത് ചോദ്യമല്ല, അത് എനിക്ക് ഭയങ്കര താങ്ക് യു. ഒത്തിരി സന്തോഷം ഇഷ്ടപ്പെടുന്നതിലും. ഇനി അപ്പോൾ എല്ലാ പടങ്ങളും കാണാം. ഈ ഇഷ്ടം ഇതുപോലെ തന്നെ തീർച്ചയായും. സോ വേറെ ആരെങ്കിലും? എനിവൺ? എവിടെ? യെസ് യെസ്, ബാ 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 ബാ. ഹലോ, എനിക്ക് ചോദിക്കാനുള്ളത് നെസ്ലിനോടാണ്. തണ്ണീർമത്തൻ ദിനങ്ങളിൽ നിന്ന് ജിങ്കാന എത്തി നിൽക്കുമ്പോൾ ക്യാരക്ടറിന് വലിയൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജേണി, അതായത് ആ ഒരു ക്യാരക്ടർ ജേണിയിൽ അനുഭവിച്ച ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? ഈ ക്യാരക്ടറിലേക്ക് വന്നപ്പോൾ അതായത് തണ്ണീർമത്തൽ കണ്ട ഒരു നെസ്ലിനെ അല്ല നമ്മളിപ്പോൾ ജിങ്കാനയിൽ കാണുന്നത്. നല്ല ചേഞ്ച് ഉണ്ട്. അതായത് ആ ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ജേണിയിൽ നെസ്ലിൻ അനുഭവിച്ചു. അതായത് തണ്ണീർമത്തലിലെ ആ ഒരു ഇമ്മച്ചുവർ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു കിഡ് ക്യാരക്ടർ ആയിരുന്നല്ലോ, അവിടെ നിന്ന് ഈ മെച്ചുവർ ജിങ്കാന ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ആ ഒരു കരിയർ ഗ്രോത്തിൽ നെസ്ലിൻ അനുഭവിച്ച ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? ഏറ്റവും വലിയ ചലഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ ജേണി ഞാൻ ഓരോ പടത്തിലും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ പേടി ഞാൻ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഓരോ പടം കഴിയുന്തോറും ആ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്.
ആ എക്സ്പീരിയൻസിൽ എങ്ങനെ അടുത്തത് ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസോടുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇതിലിപ്പോൾ ഈ ക്യാരക്ടർ ഇതുപോലത്തെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഈ ജോജോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കിട്ടുന്നതെല്ലാം മറ്റേ നാണംകുട്ടിയായിട്ടുള്ള ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഇതിൽ കുറച്ച് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര എന്താണ്, പെണ്ണുങ്ങളെ വളയ്ക്കാൻ അല്ലെങ്കിൽ മൂന്ന് നാല് നായികമാർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഓണായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ചോദിച്ച ചോദ്യത്തായിരുന്നു മറന്നുപോയി. അല്ല, ചലഞ്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ടത് അറിയില്ല. എനിക്ക് ആ മൊമെന്റിൽ അത് ഫേസ് ചെയ്യുക, അടുത്തത് എന്താണ് എന്നുള്ളത് സ്വയം പൊളിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സത്യം. നസ്ലൻ അല്ലാതെ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ് യെസ്, അവിടെ കൈവക്കിയിരിക്കുകയാണ്. ആ മൈക്ക് ഒന്ന് കൊടുക്കണം. എനിക്ക് രണ്ടുപേരോട് ചോദിക്കാനുണ്ട്. ഫസ്റ്റ് ഗണപതി ചേട്ടനാണ്. കൊച്ചിലെ തൊട്ട് സിനിമയിലുണ്ടല്ലോ, അപ്പൊ ഈ ഒരു സെലിബ്രിറ്റി ടാഗ് സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലും ഉണ്ടായി കാണുമല്ലോ. ആ ഒരു ടാഗ് കൊണ്ടുണ്ടായ ഒരു ബെനിഫിറ്റും ഒരു ഡിസഡ്വാൻറ്റേജും അതെന്തൊക്കെയായിരുന്നു? അല്ല, അങ്ങനെ ചോദിക്കാൻ ഡെയിലി ബെനിഫിറ്റ്. ഞാൻ വിനോദയാത്ര എന്ന് പറഞ്ഞ ഫസ്റ്റ് പടത്തിൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് ഒരു പോസ്റ്റർ. ഫസ്റ്റ് പോസ്റ്റർ എനിക്ക് എൻ്റെ ഫോട്ടോ വേണം. അപ്പോൾ സത്യൻ സാറ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ സ്കൂളിന് മുമ്പിൽ ഫസ്റ്റ് പോസ്റ്റർ ഞാൻ തിരികെ കൊണ്ട് നിൽക്കുന്നതാണ്, വിനോദയാത്രയുടെ ആദ്യത്തെ പോസ്റ്റർ. സോ ഫ്രോം ദെയർ ബെനിഫിറ്റ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്കത് അതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. നമ്മൾ ഇതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇത് ആഗ്രഹിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ അതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കംസ് കാർത്തികിനോട് കൂടെ ചോദിക്കാറുണ്ട്. സോ പിക്കപ്പ് ലൈനിൽ തുടങ്ങി ബമ്പർ ചിരി വന്നു ആൻഡ് ഇപ്പോൾ സിനിമയിലും എത്തി. ആ ഒരു ജേർണി എങ്ങനെ ഫീൽ ചെയ്യുന്നു? ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു? ഇപ്പോൾ ജേണി പറയുന്നതിന് മുമ്പ് ഈ ചോദ്യം ചോദിക്കുന്ന എൻ്റെ സിസ്റ്ററാണ്. ഞാൻ പറഞ്ഞു ചോദിപ്പിച്ചൊന്നുമല്ല. അവനൊന്ന് വാതുറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാ. എല്ലാരും ഡാൻസ് കളിക്കാനാണ് ചോദിക്കുന്നത്. കാർത്തിക് ആൻസർ പറഞ്ഞില്ല. അതിനിവിടെ കാര്യമൊന്നുമില്ല. ബാക്കിയുള്ളവരുണ്ട്. അല്ല, ജേണി ഒരു 2 വർഷം മുമ്പെയാണ് ഞാൻ ഇപ്പം നിങ്ങളെ പിക്കപ്പ് ലൈൻ പറയാൻ പറഞ്ഞാലും അത് കുറച്ച് പക്വത ഇല്ലാത്ത കാലത്ത് ഞാൻ പറഞ്ഞു കിടന്നതാണ്. അത് ഞാൻ വിട്ടു മറക്കാൻ ശ്രമിക്കുന്ന കാലമാണ്. അപ്പോൾ അത് ക്രഞ്ചാണ് നിങ്ങൾക്ക് പറയാൻ എനിക്ക് പറയാം. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട. പുതിയൊരു ചാപ്റ്റർ പോലെ ഇത് തുടങ്ങാനാണ്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സത്യം കിട്ടുമെന്ന് വിചാരിക്കുന്നു. മൈക്ക് ഫ്രണ്ടിലോട്ട് പാസ് ചെയ്യേണ്ടതാണ്. ഫ്രണ്ടിൽ ഒരാൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. യെസ്. കാസത്തെ എല്ലാ മെമ്പേഴ്സിനോടും വേണ്ടിയുള്ള ചോദ്യമാണ്. സോ ക്രഷിനെ വളയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? അതോ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ചോദ്യം ക്രഷിനെ വളയ്ക്കാൻ വേണ്ടിയാണോ ജിമ്മിൽ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. പലരും നമ്മളങ്ങനല്ല. പക്ഷേ അഥവാ അല്ലെങ്കിൽ മറ്റൊരാൾ ഇല്ല, അങ്ങനെയൊക്കെ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെ എത്തിയിട്ടില്ല. ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തപ്പോഴാണ് നമുക്ക് ഫുള്ളി റെസ്പോൺസിബിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡാൻസ് കളിക്കാവോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എല്ലാവരും കൂടെ യെസ്.